എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആറ്റംബർഗ് കമ്പനിയുടെ ഒരു BLDC ഫാനാണ്. അപ്പോൾ ഈ ഫാനിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ വില എത്രയാണ്, ഇതിൻ്റെ വാറൻറ്റി എങ്ങനെയാണ്, ഈ ബോക്സിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, ഇത്തരം കാര്യങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ബോക്സ് തുറക്കുന്നതിന് മുന്നേ ഇതിൻ്റെ മുകളിൽ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കൂ, എഫിcio 1200 mm മാറ്റ് ബ്രൗൺ, അതായത് മാറ്റ് ബ്രൗൺ കളറിലുള്ള ഒരു ഫാനാണിത്. 1200 mm ആണ് സൈസ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ വില എഴുതിയിട്ടുണ്ട് MRP 4300 രൂപയാണ്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 2952 രൂപയാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ഓക്കെ, ഇതിനുള്ളിൽ അതിൻ്റെ റോഡുണ്ട്. ഓക്കെ, ഒരു റോഡുണ്ട്. പിന്നെ 2 കനോപ്പി, അതിൻ്റെ കപ്പുകൾ 2 ഉണ്ട്. നല്ല ഭംഗിയുള്ള കപ്പ് തന്നെയാണ്. ഓക്കെ, 2 കപ്പുകളുണ്ട്. പിന്നെ ഇതതിൻ്റെ സ്ക്രൂ സെറ്റാണ്. അതിൻ്റെ നെട്ടും ബോൾട്ടും ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. അത് ഫിറ്റ് ചെയ്യാനുള്ള അതിൻ്റെ വാഷറുകളും നെട്ടും ബോൾട്ട്സും ഒക്കെയാണ്. ഓക്കെ, പിന്നെ ഒരു റിമോട്ട് ഉണ്ട്. വളരെ ചെറിയ റിമോട്ടാണ്. നമുക്കറിയാം, നോക്കുക, അതിൻ്റെ സൈസ് നോക്കി അറിയാം. സിമ്പിളായിട്ടുള്ള റിമോട്ട്, നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള റിമോട്ട് ഉണ്ട്. ഓക്കെ, പിന്നെ റിമോട്ടിലേക്കുള്ള 2 ബാറ്ററി ഉണ്ട്. 2 ബാറ്ററി ഇതിൻ്റെ ഒപ്പമുണ്ട്. ഇതാണ് നമ്മുടെ മോട്ടോർ. ഇനി ഈ ബോക്സിൽ ഇതിൻ്റെ വാറൻറ്റി കാർഡും അതിൻ്റെ കാറ്റലോഗും. ഓക്കെ, ഇത്ര തന്നെയാണ് നമുക്ക് ഈ ബോക്സിലുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇത് 1200 mm ഫാനാണ്. ഓക്കെ, നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഒരു മാറ്റ് ഫിനിഷാണ് ഇതിനുള്ളത്. നോക്കൂ, ഇതിൻ്റെ മുകളിൽ കണ്ടോ, 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു ഫാനാണിത്. ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിലും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ അവർ പറഞ്ഞിട്ടുള്ളത് 28 വാട്ട്സാണ്. അതായത് ഈ ഫാന് മാക്സിമം സ്പീഡിൽ കറങ്ങുമ്പോൾ 28 വാട്ട്സാണ് ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ സാധാരണ സീലിംഗ് ഫാനൊക്കെയാണെന്ന് വെച്ചാൽ 80 വാട്ട് മുതൽ അതിൻ്റെ മുകളിലേക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ അത് ശരിക്കും അതിൻ്റെ 1/3 പവർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളതാണ്. ഓക്കെ, അതേസമയം ഇത് സ്പീഡ് കുറയ്ക്കുമ്പോൾ, ഇപ്പോൾ 1, 2, 3 സ്പീഡ് കുറയുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് പവറിലും കുറവുണ്ടായിരിക്കും. ഇതിന് ലീഫാണ്. ലീഫ് ഇവരുടെ പാക്കിംഗ് ഒക്കെ സൂപ്പർ പാക്കിംഗ് ആണ് കേട്ടോ. മാറ്റ് ഫിനിഷുള്ള ലീഫാണ്. നമുക്ക് ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് നോക്കാം. അതിനായിട്ട് ആദ്യം റോഡ് എടുക്കുക. റോഡിൽ നമ്മൾ കനോപ്പി 2 കനോപ്പിയുടെ ഇത് താഴത്തുള്ളതാണ്. താഴത്തുള്ളത് ആദ്യം വയ്ക്കുക. ഇത് മുകളിലത്തെ കനോപ്പിയാണ്. ഇത് നമ്മൾ മുകളിൽ വയ്ക്കുക. ഇത് ആദ്യം തന്നെ വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ വയർ അതിനുള്ളിൽ കൂടെ എടുക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. അതിനാണ് ആദ്യം തന്നെ അത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി 2 വയറിൻ്റെ തലപ്പൊന്ന് നമ്മൾ ജോയിൻ്റ് ആക്കിയിട്ട് ഉള്ളിൽ കൂടെ ഇടുക. ഈ ഒരു ഹോള് കാണാം, ഈ ഹോളിൽ കൂടെ ഉള്ളിലേക്ക് ഇടുക. ഓക്കെ, ഇപ്പം ഞാൻ ഈ വയർ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫിറ്റ് ചെയ്യാം. ചെറിയൊരു പിന്നുണ്ട്, അത് നമ്മൾ മിസ്സാവാതെ നോക്കണം.
ഒന്ന് സ്പാനർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫാൻ അതിൽ റോഡിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ വയർ കണക്ഷൻ കൂടി ഒന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിറ്റിംഗ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കനോപ്പി താഴേക്ക് ഇറക്കുക. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് മുട്ടിയിരുന്നാൽ പ്രശ്നമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാം. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ലീഫ് കണക്ട് ചെയ്യലാണ്. ഓക്കെ, അപ്പോൾ ലീഫ് കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇതിൻ്റെ മുകളിൽ തന്നെ സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ അഴിക്കുക. നമ്മുടെ ഫാനിൻ്റെ കണക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സീലിങ്ങിൽ ഫിറ്റ് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. ഓക്കെ, അപ്പോൾ ഈ ഫാന് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റെഗുലേറ്റർ ആവശ്യമില്ല. അപ്പോൾ റെഗുലേറ്ററിൻ്റെ കണക്ഷൻ ആദ്യം ഡിസ്കണക്ട് ചെയ്യണം. ഇവിടെ നോക്കൂ, ഇതാണ് റെഗുലേറ്ററിൻ്റെ 2 വയർ. ഈ 2 വയർ വെള്ള വയർ വരുന്നില്ലേ, അപ്പോൾ നമുക്ക് ഈ കണക്ഷൻ്റെ ആവശ്യമില്ല, ഇത് ഒഴിവാക്കണം. ഇനി ഈ ഒരു വയറും, അപ്പോൾ നമ്മൾ റെഗുലേറ്ററിൻ്റെ 2 വയർ ഡിസ്കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതാണ് ഫാനിക്കുള്ള ഫേസ്. അപ്പോൾ ഈ ഫേസ് നമ്മളിനി സ്വിച്ചിന് നേരിട്ടിട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ 2 എൻഡുകൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചുറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഫാനിൻ്റെ ഫിറ്റിംഗ് മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. നമുക്ക് റിമോട്ടിലൊന്ന് ഓണാക്കാം. ഫാൻ ഓണായിട്ടുണ്ട്. ഞാൻ ഒന്നിലിടാൻ പോവാണ്. ഇത് 3ആണ്. ഇപ്പോൾ ഫാൻ കറങ്ങുന്നത് 3-ലാണ്. ഇത് റിമോട്ടിൽ കുറേ ഫങ്ഷൻസ് ഉണ്ട്. ഇനി ഇതിൽ സ്പീഡ് ബൂസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, ടൈമർ ഉണ്ട്, സ്ലീപ്പ് ഉണ്ട്, ഇങ്ങനെ കുറേ ഓപ്ഷൻസൊക്കെ ഉള്ള നല്ലൊരു ഫാനാണിത്. നമുക്ക് ഇലക്ട്രിസിറ്റി നല്ല രീതിയിൽ തന്നെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാനാണ് ഈ BLDC ഫാൻ എന്ന് പറഞ്ഞാൽ. BLDC ഫാനെ കുറിച്ചിട്ടും അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, താല്പര്യമുള്ളവരത് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.